ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോയിലേക്ക്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആൻഡ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്തെല്ലാമാണ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, അതുപോലെ ലിമിറ്റേഷൻസ് പോരായ്മകൾ എന്തെല്ലാമാണ്, മെറിറ്റ്സ് മേന്മകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 2 അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ്, കമ്പോണൻസ് ആൻഡ് യൂസ്ഫുൾ ഫങ്ഷൻസ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷത എന്തെല്ലാമാണ്, കമ്പോണൻസ് എന്തെല്ലാമാണ്, ഘടകങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അവയുടെ യൂസ്ഫുൾ ഫങ്ഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 4 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിലേറ്റീവ് സെൽ റെഫറൻസ് ആൻഡ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. റിലേറ്റീവ് സെൽ റെഫറൻസും അതുപോലെ തന്നെ അബ്സല്യൂട്ട് സെൽ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ. തേർഡ് ചാപ്റ്റർ, യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പേറോൾ അക്കൗണ്ടിങ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്, കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് സാലറി, നെറ്റ് സാലറി ഓഫ് ബേസിക് പേ, DA, HRA ആൻഡ് PF. ഓക്കെ. അപ്പം എന്താണ് പേറോൾ അക്കൗണ്ടിങ് എന്നും പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ കമ്പോണൻസ് ഘടകങ്ങൾ എന്തെല്ലാമെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഗ്രോസ് സാലറി, നെറ്റ് സാലറി ഓഫ് ബേസിക് പേ, DA, HRA, PF തുടങ്ങിയവയുടെ കാൽക്കുലേഷൻസ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, ഡിവിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആൻഡ് ഇറ്റ്സ് സിൻടാക്സ്. എന്താണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, എന്താണ് ഡിവിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നും അവയുടെ സിൻടാക്സും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് ചാപ്റ്റർ, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡേറ്റ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യം ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടൈപ്സ്, എലമെന്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിപ്പയറിംഗ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്. അതായത് സ്പ്രെഡ്ഷീറ്റിൽ ചാർട്ടിൻ്റെ ടൈപ്സ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റിൻ്റെ എലമെന്റ്സ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഗ്രാഫ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ്, മേന്മകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ. നെക്സ്റ്റ്, ഫിഫ്ത്ത് ചാപ്റ്റർ, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് ജിനുകാട്ട. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ വൗച്ചർ ടൈപ്സ് യൂസ്ഡ് ഇൻ ജിനുകാട്ട, ഷോർട്ട് കട്ട് കീസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ജിനുകാട്ട. അതായത് ജിനുകാട്ടിൽ ഉപയോഗിക്കുന്ന വൗച്ചേഴ്സ് ഏതെല്ലാമാണ്, അതുപോലെ തന്നെ അവയുടെ ഷോർട്ട് കട്ട് കീസ് എന്തെല്ലാമാണ്, അതുപോലെ ജിനുകാട്ടയുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻറ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ പ്രൊസീജിയർ ടു പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഇൻ ദ ലെഡ്ജർ ക്രിയേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ലെഡ്ജർ ക്രിയേഷൻ്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ. നെക്സ്റ്റ്, സിക്സ്ത് ചാപ്റ്റർ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് DBMS. DBMSന്റെ കമ്പോണൻസ് എന്തെല്ലാമാണെന്ന് മുൻ വർഷങ്ങളിൽ 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് റിപ്പോർട്ട് ആൻഡ് ഡൈനാമിക് റിപ്പോർട്ട്. അതായത് സ്റ്റാറ്റിക് റിപ്പോർട്ടും ഡൈനാമിക് റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ക്രിയേറ്റിംഗ് ടേബിൾ ഇൻ എ ഡേറ്റാബേസ് ആൻഡ് ഹൗ ടു സെറ്റ് പ്രൈമറി കീ. അതായത് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൈമറി കീ സെറ്റ് ചെയ്യേണ്ടതെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അക്കൗണ്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും നമ്മളെ വ്യത്യാസവും പഠിക്കണം. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമുക്ക്
പ്രതീക്ഷിക്കാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാണാൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നും പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗുഡ്വിൽ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് എ ഫേം. എന്താണ് ഗുഡ്വിൽ എന്നും അതുപോലെ തന്നെ ഒരു ഫേമിന്റെ ഗുഡ്വിലിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമെന്നും പഠിച്ചിരിക്കണം. 5 മാർക്കിനൊക്കെ സ്ഥിരമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ റിവാലുവേഷനോട് ബേസ് ചെയ്ത് തന്നെ ജേണൽ എൻട്രി എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അതുപോലെ തന്നെ സാക്രിഫൈസിംഗ് റേഷ്യോയും കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതായത് ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടെത്താൻ പഠിച്ചിരിക്കണം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരവും ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടെത്താൻ പഠിച്ചിരിക്കണം. എങ്കിലും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ്. എങ്കിലും ഇത് 3 നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് മോഡ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, ഫോർത്ത് ചാപ്റ്റർ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഇൻവോൾവ് ഓൺ ദ റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറിന്റെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്തുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 3 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ലോൺ അക്കൗണ്ട് ഓഫ് ദ പാർട്ണർ. പാർട്ണറിന്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പഠിച്ചിരിക്കണം. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ കണ്ടെത്താനും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ചാപ്റ്റർ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പഠിച്ചിരിക്കണം. ഇത് നമുക്കൊരു 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതും പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് റിവാലുവേഷൻ അക്കൗണ്ട്. അതായത് റിവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ സർക്കംസ്റ്റൻസ് അണ്ടർ വിച്ച് എ പാർട്ണർഷിപ്പ് ഫേം വിൽ ബി ഡിസോൾവ്ഡ്. അതായത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് എ കോർട്ട് മേ ഓർഡർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള കാരണങ്ങൾ, സിറ്റുവേഷൻസ് എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.